സ്കൂൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടവും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചവിട്ടുപടിയുമാണിത്. നമ്മുടെ കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള പഠന പ്രക്രിയയിലൂടെ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി അവരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തിച്ച് നാടിനും സമൂഹത്തിനും ഉപയുക്തമായ രീതിയിൽ വാർത്തെടുക്കുക എന്നത് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാണ്. അതിനായുള്ള തീവ്ര പരിശ്രമത്തിൻ്റെയും നിതാന്ത ജാഗ്രതയുടെയും പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ റിസൾട്ട് പ്രഖ്യാപനം. സാധാരണ നിലയിലുള്ള അധ്യയനം നന്നായി നടന്ന വർഷമാണ് 2024-25. ഇന്ന് ഫലം പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ ഒന്നാം വർഷ പരീക്ഷകൾ 2024 മാർച്ച് 1 മുതൽ മാർച്ച് 26 വരെ തീയതികൾ നടത്തുകയുണ്ടായി. തുടർന്ന് അവരുടെ രണ്ടാം വർഷ പഠന ജൂൺ 3 തന്നെ ആരംഭിച്ചു. സാധാരണ ഒന്നാം വർഷ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബർ മാസത്തിലാണ് നടക്കാറുള്ളത്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി 2025 മാർച്ച് മാസത്തിലെ രണ്ടാം വർഷ പൊതുപരീക്ഷയുടെ കൂടെയാണ് ഈ വർഷത്തെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തിയതെന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. 2025 മാർച്ച് 3 മുതൽ 26 വരെ തീയതികളിലായി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിയിൽ കേരളത്തിനകത്തും പുറത്തുമായി 2017 സ്കൂളുകൾക്കായി 2000 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗത്തിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 23,483 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,227 അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. 2025 ഏപ്രിൽ മാസം 3 മുതൽ മെയ് 7 വരെ തീയതികളിലായി രണ്ടാം വർഷ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബുലേഷൻ ജോലിയും പൂർത്തിയാക്കിയിരുന്നു. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2025 ജനുവരി മാസം 21 മുതൽ ഫെബ്രുവരി മാസം 14 വരെ തീയതികളിലായി നടന്നു. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാനും പരീക്ഷാഫലം സമയബന്ധമായി പ്രസിദ്ധീകരിക്കുവാനും പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ, DD-മാർ, RDD-മാർ, AD-മാർ, സിസ്റ്റം മാനേജർ, അധ്യാപക സംഘടനയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പിന്തുണച്ചുകൊണ്ട്. അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ, പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പരീക്ഷ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുന്നു. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല. അവർക്ക് വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി 2025 ജൂൺ 23 മുതൽ 27 വരെ തീയതികളിലായി സേവ് എ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നതാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം 2025 മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2002 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,70,642 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,80,8,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%. 78.69% വ്യത്യാസം എന്ന് പറയുന്നത് 0.88% കുറവ്. റിസൾട്ട് വിശദമായി. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,70,642. ആൺകുട്ടികൾ 1,79,952. ജയിച്ചവർ 1,23,160. വിജയ ശതമാനം 68.44%. പെൺകുട്ടികൾ 1,96,690. ജയിച്ചവർ 1,65,234. വിജയ ശതമാനം 86.65%. റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം
1,89,263. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,57,561. വിജയശതമാനം 83.25. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 74,583. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 51,578. വിജയശതമാനം 69.16. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,06,796. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 79,255. വിജയശതമാനം 74.21. റെഗുലർ സ്കൂൾ ഗോയിങ് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,63,904. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,20,027. വിജയശതമാനം 73.23. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,82,409. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,49,863. വിജയശതമാനം 82.16. അൺഎയ്ഡഡ് സ്കൂള് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 23,998. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 18,218. വിജയശതമാനം 75.91. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 331. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 286. വിജയശതമാനം 86.40. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,145. കഴിഞ്ഞ വർഷം ഇത് 39,242. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,481. ആൺകുട്ടികൾ 1,051. പെൺകുട്ടികൾ 430. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,048. വിജയശതമാനം 70.76. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 56. ആൺകുട്ടികൾ 31. പെൺകുട്ടികൾ 25. ഉപരിപഠനത്തിന് യോഗ്യരായ കുട്ടികളുടെ എണ്ണം 45. വിജയശതമാനം 80.36. സ്കോൾ കേരള ആകെ കുട്ടികൾ 28,561. ആൺകുട്ടികൾ 16,375. പെൺകുട്ടികൾ 12,186. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 13,288. വിജയശതമാനം 46.522%. അതായത് കഴിഞ്ഞ വർഷം 40.61. നല്ലൊരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പാർട്ട്മെൻ്റൽ ആകെ കുട്ടികൾ 33,807. ആൺകുട്ടികൾ 22,814. പെൺകുട്ടികൾ 10,993. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 7,251. വിജയശതമാനം 21.45.